പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ദിവസേനയുള്ള മെച്ചപ്പെടുത്തലുകളാണ് വലിയ നേട്ടം നമുക്ക് തരുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് നമ്മളുടെ ലക്ഷ്യമായ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി കാണുക. നമ്മുടെ അലമാരയിൽ ഏറ്റവും വളരെ ബുദ്ധിമുട്ടായിട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ജീൻസ് ആണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടും കുട്ടികളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ പലതും നിലത്തേക്ക് വീഴുകയും പിന്നെ അലമാര ആകെ അലങ്കോലം ആകും. പിന്നെ നമ്മളത് ഒതുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുവാനായിട്ട് നല്ല നീറ്റായിട്ട് ജീൻസ് മടക്കാൻ ഒരു വിദ്യ കാണിച്ചു തരാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. എന്നാൽ അലമാരയിൽ വെക്കുമ്പോൾ വളരെ നല്ല ഭംഗിയായിട്ട് അടുക്കും ചുറ്റും. അപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ തോന്നും ഇത് അലമ്പാക്കാൻ പാടില്ല എന്ന്. അത്രയും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. ആദ്യം നമ്മളുടെ ജീൻസ് നമ്മളുടെ ചുളിവൊക്കെ മാറ്റി നല്ലതുപോലെ കൈകൊണ്ട് ഇത് എല്ലാം ലെവൽ ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മടക്കി വെക്കുമ്പം ആ ഒരു ചുളിവ് എങ്ങനെയാണോ ആ ചുളിവ് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ തേച്ചാലും വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ചുളിവ് മാറിക്കിട്ടാൻ. അതിപ്പോൾ ജീൻസ് എന്നല്ല ഏതൊരു ഡ്രസ്സും നമ്മൾ മടക്കി വെക്കുമ്പം നല്ല പോലെ വലിച്ച് അതിൻ്റെ ചുളിവൊക്കെ മാറ്റിയതിന് ശേഷം മടക്കി വെക്കുക കേട്ടോ. ആദ്യം ജീൻസ് ഇതുപോലെ ഒരു മടക്കുക. ആ ഒരു സിബിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ കാലിൻ്റെ അവിടെ നിന്ന് 2 മടക്ക് മടക്കിയതിന് ശേഷം വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് അലമ്പാക്കാൻ തോന്നില്ല. എന്നിട്ട് ആ മടക്കിയ കാലില്ലേ അത് ഈ ജീൻസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, വളരെ സിമ്പിൾ അല്ലേ? പക്ഷെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോളൂ, എത്രത്തോളം നല്ല ഭംഗിക്ക് അത് ഇരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇരിക്കും, ചുളിവൊന്നും വരില്ല. അപ്പോൾ എടുക്കുന്ന ആൾക്കാർക്കും തോന്നും ഇത് അലമ്പാക്കാൻ പാടില്ല. പിന്നെ അതുമല്ല, ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം വീഴേയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, നല്ല ക്ലീനായിട്ട് ഇരിക്കും. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് അലക്കി മടക്കി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് നോക്കുക കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ എടുക്കുവാനും നീറ്റായിട്ട് ഇരിക്കുവാനും സഹായിക്കും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ കടയിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നല്ല ഭംഗിക്ക് ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ ജ്യൂസ് ആണെങ്കിലും തേങ്ങ അരക്കുമ്പോഴാണെങ്കിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ വാഷർ ഒന്ന് ഇത്തിരി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്ത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സിയിൽ എന്തടിച്ചാലും പുറത്തേക്ക് തുളുമ്പി പോവില്ല. മിക്സിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ചോറ് വെക്കുന്നതിനാണ് നമ്മളുടെ വീട്ടിൽ ഗ്യാസ് വളരെ അധികം നേരം കത്തിക്കേണ്ട ആവശ്യം വരുന്നത്. കുക്കറിൽ വെക്കുമ്പോഴും നമ്മൾ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കിട്ടേയില്ല. അപ്പം നമ്മൾ അരി കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കുതിർത്തുവാൻ വെക്കുക. അത് അരി പെട്ടെന്ന് വെന്ത് കിട്ടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇടുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോറ് തിളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മേളിലിരിക്കുന്ന വെള്ളം നല്ല രീതിയിൽ തിളച്ച് കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ അത് നല്ലപോലെ തിളച്ചതിന് ശേഷം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ചോറ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. മേളിലുള്ള ആ വെള്ളം ചൂടായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചൂട് താഴോട്ട് പോകുകയും നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ഈ വെള്ളം നമുക്ക് കറികൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അപ്പോഴും ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ എന്താ, അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതേപടി നമ്മൾ ഊറ്റിയെടുക്കരുത്. നമ്മൾ ഈ തിളച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടില്ല, അതിൽ കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുക. ഈ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചോറ് നല്ല രീതിയിൽ തിളക്കും. അതിനും സമയം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തിളച്ച് കിട്ടും. അതിനുശേഷം നിങ്ങൾ വടിച്ചെടുക്കുക കേട്ടോ.
ഒരിക്കലും അതേപടി നിങ്ങൾ വടിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ചോറ് ഭയങ്കര സ്റ്റിക്കി ആവും. അതും ഹെൽത്തിന് വളരെ ദോഷകരമാണെന്ന് എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം വടിച്ചെടുക്കുക കേട്ടോ. നല്ല നമ്മൾ എന്താ പറയുക, വിറകടപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചോറില്ല, അതുപോലെ തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ വടിച്ചെടുക്കുക. അതുപോലെ നല്ല വിട്ട് കിടക്കുന്ന നല്ല ചോറ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഗ്യാസും ലാഭിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എല്ലാ ദിവസവും അടിക്കുക, തുടക്കുക, അല്ലെങ്കിൽ ജോലിക്കാരുള്ളവരാണെങ്കിൽ ജോലിക്കാർ വരാതിരിക്കുക. ആ സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അടിക്കുകയും വേണം, തുടയ്ക്കുകയും വേണം. അപ്പം നമ്മൾ അടിച്ച് വാരുമ്പോൾ തന്നെ ആ ഒരു പൊടിയും നമ്മൾ തുടച്ചെടുക്കുന്ന പോലെ തന്നെ പൊടി കളയാനായിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ദിവസം എനിക്കൊരു പനി വന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി തുടക്കുവാനായിട്ട്. അടിച്ചു വാരിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക, തുടക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ടോ. അപ്പം വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഏത് ചൂലാണോ ഉപയോഗിക്കുന്നത് ആ ചൂലിൽ സെലോ ടാപ്പ് ഒരു റോയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യവും കൂടി താഴോട്ട് നമ്മൾ ഒരു ലെയറും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല പോലെ പൊടി വലിക്കുവാനും അതുപോലെ തന്നെ മുടി, ചെറിയ എന്താ പറയുക കഷ്ണം, നമ്മളുടെ കടലാസ്, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് വരും. അതിനാണ് 2 ലെയറായിട്ട് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ പൊടി വലിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പം ഒരു ലെയറാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ. പക്ഷേ 2 ലെയറായിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൊടി വരും കേട്ടോ. പൊടിയെല്ലാം ചെറിയ ചെറിയ മുടികൾ വരെ നമ്മൾ അടിച്ചു വാരിയാൽ പോലും കാണാത്ത എന്താ പറയുക പൊടികൾ നമ്മൾ തുടച്ചെടുത്താൽ മാത്രമേ പൊടികൾ പോകുള്ളൂ എന്നുള്ള പൊടികൾ വരെ ഈ ഒരു ചൂലിലേക്ക് വരുന്നുണ്ട്. അതും നമ്മൾ അടിച്ചു വാരണ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ, തുടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാനിത് കാണിച്ചു തരാൻ അവസാനം ഇതിൽ എത്രത്തോളം പൊടി പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, അതത്ര നീറ്റല്ല എന്ന് പറയും. പക്ഷേ നമുക്ക് ഒരു സിറ്റുവേഷൻ നമുക്ക് തുടക്കാൻ പറ്റില്ല, നമുക്ക് വയ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ സിറ്റുവേഷൻ വന്നു, അപ്പോൾ നമുക്ക് എളുപ്പപ്പണിക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്കാം കേട്ടോ. വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ അടിച്ചു വാരയും തുടക്കലും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അത് നമുക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം വയ്യാത്ത സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ദേ നോക്കിക്കേ എത്രത്തോളം പൊടിയുണ്ടെന്ന്. ചെറിയ ചെറിയ പൊടികൾ പോലും ആ ഒരു സെലോട്ടാവും 2 ലെയർ വെച്ചത് അതുകൊണ്ടാണ്. നല്ല രീതിയിൽ പൊടി വലിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ 2 ലെയർ വെച്ച് കൊടുത്തത് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ പൊടി കിട്ടിയിട്ടുണ്ട്. കണ്ടേ, മുടി പോലെ ചെറിയ രോമം വരെയും അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നല്ല പോലെ പൊടി പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അതുപോലെ തന്നെ ഇതേ കണ്ടില്ലേ, ചൂലിലല്ലെങ്കിൽ കുറേ പൊടി ഉണ്ടാകും, മുടി ഉണ്ടാകും. നമ്മൾ പിന്നെ അത് കഴുകാൻ നിൽക്കണം. ഇല്ല, ഞാൻ എന്നും അടിച്ചു വാരി കഴിഞ്ഞാൽ ചൂല് കഴുകല. ഇന്നിപ്പോൾ നോക്കിക്കോ, ഒരു തരി പോലും പൊടിയില്ല. അടുത്തതായിട്ട് നമ്മുടെ സിങ്കിൽ പെട്ടെന്നൊരു ബ്ലോക്ക്, ഒരു ചെറിയ ബ്ലോക്ക് കേട്ടോ. നമുക്ക് എന്താ പറയുക, ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഇതായിട്ട് വെള്ളം പോകുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഒരു സ്പീഡായിട്ട് വെള്ളം പോകുന്നില്ല എന്ന് തോന്നിയാൽ ഇത് എപ്പോഴും ചെയ്യാൻ പാടില്ല കേട്ടോ. വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ചെയ്യാം, എപ്പോഴും നിങ്ങൾ ചെയ്യരുത്. ഹാർപ്പിക്കോ സാനിഫ്രഷോ എന്തെങ്കിലും എടുക്കുക, വളരെ കുറച്ച് ആ ഓരോ ഓട്ടയിൽ മാത്രം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. രാത്രി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം പോകണമെന്നുള്ള ദിവസങ്ങളിൽ അത് എപ്പോഴും ചെയ്യരുത്. പിന്നെ ഞാൻ പറയുന്നത് അത് എപ്പോഴും ചെയ്യുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രം നിങ്ങളിത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരിയ ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എത്ര ഇതിൽ സ്പീഡിന് പോകാത്ത വെള്ളവും നല്ല ഫ്ലോയിൽ നമുക്ക് വേസ്റ്റ് വെള്ളം പോയി കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.